Hi dear students, welcome to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE 407 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 2-ലെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നുള്ള 9th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ പാർട്സ് ഓഫ് റെയിൽവേ ട്രാക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ റെയിലും ബെലാസ്റ്റിൻ്റെയും ഫംഗ്ഷൻ റിക്വയർമെൻറ്റാണ് നോക്കിയത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമുക്കിനി സ്ലീപ്പർ, റെയിൽ ഫാസ്റ്റനിങ്സ്, റെയിലിൻ്റെ ഏറ്റവും താഴെയുള്ള സബ്ഗ്രേഡ്, മണ്ണിൻ്റെ ലെയർ, ഈ മൂന്ന് മെമ്പറാണ് പഠിക്കാനുള്ളത്, പാർട്സാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ ഫംഗ്ഷനും റിക്വയർമെൻറ്റ്സുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1-ലെ ലാസ്റ്റ് ലെക്ചർ വീഡിയോ ആണ്. ഈ ഒരു ലെക്ചറോടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ സ്ലീപ്പർ, ഇപ്പോൾ എന്താണ് സ്ലീപ്പർ എന്നൊക്കെ നമ്മളോട് പറഞ്ഞായിരുന്നു. സ്ലീപ്പറിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ടു സപ്പോർട്ട് ദ റെയിൽ ഫേംലി ആൻഡ് ഈവൺലി, റെയിലിനെ ഫേമായിട്ടും യൂണിഫോമായിട്ട് ഈവൺ ആയിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് ഈ സ്ലീപ്പർ ഉള്ളതുകൊണ്ടാണ്. ടു മെയിൻറ്റെയിൻ ദ ഗേജ് ഓഫ് ദ ട്രാക്ക് കറക്റ്റ്ലി, എന്താണ് ഗേജ് എന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇനി പഠിക്കുന്നുണ്ട്. എങ്കിലും സിമ്പിളായിട്ട് പറയാം. ഈ റെയിലിൻ്റെ ഇന്നർ പോയിൻ്റ് മുതൽ ഈ റെയിലിൻ്റെ ഇന്നർ പോയിൻ്റ് വരെയുള്ള ഇതിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് 2-3 ടൈപ്പ് ഗേജ് ഉണ്ട്. മീറ്റർ ഗേജ് ഉണ്ട്, ബ്രോഡ് ഗേജ് ഉണ്ട്, നാരോ ഗേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റെയിലിൻ്റെ രണ്ട് റെയിൽസും തമ്മിലുള്ള ഈ ഒരു ലെങ്ത്, അതാണ് അതിൻ്റെ ഗേജ്. അപ്പോൾ ആ ഗേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ ഈ സ്ലീപ്പറുകളൊക്കെ ലേ ചെയ്ത് സ്ലീപ്പറുകളിൽ ഈ റെയിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ട്രാക്ക് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്തെങ്കിലും ടിൽറ്റിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രെയിൻ എന്ത് ചെയ്യും? മറിയും. ടു ഡിസ്ട്രിബ്യൂട്ട് ദ വെയ്റ്റ് കമ്മിങ് ഓൺ റെയിൽ ടു ലാർജ് ഏരിയ ഓഫ് ദ ബെല്ലാസ്റ്റ്, അപ്പോൾ ട്രെയിനിൽ നിന്ന് വരുന്ന ആ ഒരു വലിയ വെയ്റ്റിനെ ബെല്ലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വലിയ കല്ലുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ സ്ലീപ്പർ എന്ന് പറയുന്ന മെമ്പറാണ്. നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു പോയിൻ്റ് ലോഡ്, ഇവിടെ വരുന്ന ഒരു പോയിൻ്റ് ലോഡ് അല്ലെങ്കിൽ വീൽ ലോഡ് ഇത്രയും സ്ലീപ്പറിൻ്റെ ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത്രയും സ്ലീപ്പറിൻ്റെ ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതിൻ്റെ താഴെ കല്ലാണ് അല്ലേ. അപ്പോൾ അതിലേക്ക് ഈ വെയിറ്റുകൾ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അപ്പോൾ ഹെവി ആയിട്ട് വരുന്ന ലോഡിനെ നമ്മളെന്താണ് വലിയ ഏരിയയിലേക്ക് ഈവൺലി സ്പ്രെഡ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സ്ലീപ്പർ എന്ന് പറയുന്ന മെമ്പറാണ്. ടു ആക്ട് ആസ് ആൻ ഇലാസ്റ്റിക് മീഡിയം ബിറ്റ്വീൻ റെയിൽ ആൻഡ് ബെല്ലാസ്റ്റ്, ഇറ്റ് അബ്സോർബ് വൈബ്രേഷൻ. അപ്പോൾ സ്ലീപ്പർ ഒരു ഇലാസ്റ്റിക് മെമ്പറായിട്ട് ആക്ട് ചെയ്യും. എന്തിൻ്റെ ഇടയിൽ? റെയിലിൻ്റെയും ഏറ്റവും താഴെയുള്ള ബെല്ലാസ്റ്റിൻ്റെയും ഇടയിൽ സ്ലീപ്പർ ഒരു ഇലാസ്റ്റിക് മെമ്പറായിട്ട് കീപ്പ് ചെയ്യും. ട്രെയിനിൽ നിന്ന് വരുന്ന ഹെവി ആയിട്ടുള്ള വൈബ്രേഷൻസൊക്കെ അബ്സോർബ് ചെയ്യുന്നത് ഈ ഒരു കോൺക്രീറ്റ് മെമ്പറാണ്, സ്ലീപ്പർ മെമ്പറാണ്. ടു പ്രൊവൈഡ് ഈസി റിപ്ലേസ്മെൻറ്റ് ഓഫ് റെയിൽ ഫാസ്റ്റനിങ്സ് വിത്തൗട്ട് സീരിയസ് ഡിസ്റ്റർബിങ് ട്രാഫിക്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ റെയിലും സ്ലീപ്പറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ജോയിൻസിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സിനെയാണ് നമ്മൾ ഫാസ്റ്റനിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റെയിലിൻ്റെ ഫാസ്റ്റനിങ്സ് അതൊക്കെ നെട്ടും ബോൾട്ടൊക്കെയാണല്ലേ. അത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് തുരുമ്പെടുക്കുകയും കേടായൊക്കെ ചെയ്യും. അപ്പോൾ അത് കേടായി കഴിയുമ്പോൾ അതിനെ പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് പുതിയൊരു സാധനത്തിന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. പുതിയൊരു ഫാസ്റ്റനിങ്സിനെ നമുക്ക് വെക്കാൻ പറ്റും. അത് ഈ ഒരു സ്ലീപ്പറിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ യൂഷ്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോൺക്രീറ്റ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ സ്ലീപ്പറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇരിക്കും ഈ ഒരു സ്ലീപ്പർ മെമ്പർ. ടു മെയിൻറ്റെയിൻ ട്രാക്ക് അറ്റ് പ്രോപ്പർ ഗ്രേഡ്, ട്രാക്കിനെ ഒരു പ്രോപ്പർ ഗ്രേഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് സ്ലീപ്പറാണ്. ടു മെയിൻറ്റെയിൻ അലൈൻമെൻറ്റ് ഓഫ് ദ ട്രാക്ക്, അപ്പോൾ ട്രാക്കിൻ്റെ അലൈൻമെൻറ്റും ട്രാക്കിൻ്റെ ഗ്രേഡും. എന്താണ് അലൈൻമെൻറ്റ് നമ്മൾ പഠിച്ചായിരുന്നു. ഈ ട്രാക്കിൻ്റെ സെൻട്രൽ ലൈൻ പോകുന്ന ആ ഒരു ഡയറക്ഷനെയും പാത്തിനെയാണ് നമ്മൾ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റിൽ ഈ ട്രാക്കുകളെ, അത് റെയിലിനെയൊക്കെ പിടിച്ച് നിർത്തുന്നത് ഈ സ്ലീപ്പർ ഉള്ളതുകൊണ്ടാണ്. അതേപോലെ ഗ്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റെയിൽവേ ട്രാക്ക് കറക്റ്റ് ഹൊറിസോണ്ടലായിട്ടൊന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ചെറിയ കയറ്റം ഇറക്കമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് ആ ചെറിയ കയറ്റത്തിലും ഇറക്കത്തിലും ആ ഗ്രേഡിൽ കറക്റ്റായിട്ട് ഇരിക്കുന്നത് ഈ സ്ലീപ്പർ ലോഡ് ക്യാരി ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എത്രയാണ് ഫങ്ഷൻസ് വരുന്നത്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ സ്ലീപ്പർ മെറ്റീരിയലിൻ്റെ റിക്വയർമെൻറ്റ്സ് നോക്കാം. റിക്വയർമെൻറ്റ്സ് ഓഫ് ഐഡിയൽ മെറ്റീരിയൽ ഫോർ സ്ലീപ്പർ, അപ്പോൾ സ്ലീപ്പറിന് ഉപയോഗിക്കേണ്ട മെറ്റീരിയലിൻ്റെ ഐഡിയൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ? ഇനീഷ്യൽ ആസ് വെൽ ആസ് മെയിൻ്റനൻസ് കോസ്റ്റ് ഷുഡ് ബി മിനിമം. അപ്പോൾ സ്ലീപ്പറിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ഇനീഷ്യൽ കോസ്റ്റും അതിൻ്റെ ഭാവിയിലുള്ള മെയിൻ്റനൻസ് കോസ്റ്റും മിനിമം ആയിരിക്കണം. വെയ്റ്റ് ഓഫ് ദ സ്ലീപ്പർ ഷുഡ് ബി മോഡറേറ്റ്, കൺവീനിയൻറ്റ് ടു ഹാൻഡിൽ. അപ്പോൾ ഒരു സ്ലീപ്പർ മെമ്പറിൻ്റെ വെയിറ്റ് മോഡറേറ്റ് ആയിരിക്കണം. അത്യാവശ്യം നമുക്ക് അത് കൺവീനിയൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം അല്ലേ. ഇത് ഒരുപാട് ലക്ഷക്കണക്കിന് സ്ലീപ്പേഴ്സാണ് നമ്മൾ ലേ ചെയ്യുന്നത്.
ലക്ഷക്കണക്കിന് സ്ലീപ്പേഴ്സാണ് ലേ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ റെയിൽവേ ട്രാക്കിൽ നമ്മൾ ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും ചില ട്രാക്കിൻ്റെ ഒക്കെ അടുത്ത് ഒരുപാട് സ്ലീപ്പേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. അത് ആ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ഓരോ 6 മാസം കൂടുമ്പോൾ അവർ ഇൻസ്പെക്ട് ചെയ്തിട്ട് ഡാമേജ് ആയിട്ടുള്ള സ്ലീപ്പർ റിമൂവ് ചെയ്ത് പുതിയ സ്ലീപ്പർ അവിടെ ആഡ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ കൺവീനിയൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് മോഡറേറ്റ് ആയിരിക്കണം. സ്ലീപ്പർ ഷുഡ് ഹാവ് സഫീഷ്യൻറ്റ് ബെയറിംഗ് ഏരിയ, ബെല്ലാസ് നോട്ട് ക്രസ്റ്റ്. അപ്പോൾ സ്ലീപ്പറിന് അത്യാവശ്യം ബെയറിംഗ് ഏരിയ ഉണ്ടാവണം, അതായത് സർഫസ് ഏരിയ അത്യാവശ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ബെല്ലാസ്റ്റ് ക്രഷ് ചെയ്തു പോകും. അപ്പോൾ സ്ലീപ്പറിൽ അത്യാവശ്യം ഏരിയ ഉള്ളതുകൊണ്ടും സ്ലീപ്പർ നല്ല രീതിയിൽ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ താഴെ കിടക്കുന്ന കല്ലുകളൊന്നും ട്രെയിൻ പോകുമ്പോൾ പൊടിഞ്ഞു പോകാത്തത്. ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്ത് പൊക്കോളും. പോസിബിൾ ടു അഡ്ജസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഗേജ്. അപ്പോൾ കറക്റ്റായിട്ട് ട്രാക്കിൻ്റെ റെയിലിൻ്റെ ഗേജിനെ അഡ്ജസ്റ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ള ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കണം. ഇപ്പോൾ കറക്റ്റായിട്ട് ഗേജിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാക്ക് ഈ ഒരു സ്ലീപ്പർ മെമ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതൊരു കോൺക്രീറ്റ് മെമ്പറാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്ലോട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ലോട്ടിൽ നമുക്ക് കറക്റ്റായിട്ട് റെയിൽ ഫിക്സ് ചെയ്യാനും എടുക്കാനും ഒക്കെ പെട്ടെന്ന് പറ്റും. കേപ്പബിൾ ഓഫ് റെസിസ്റ്റിംഗ് ഷോക്സ് വൈബ്രേഷൻ ഡ്യൂ ടു മൂവിങ് വെഹിക്കിൾ അറ്റ് ഹൈ സ്പീഡ്. ഇപ്പോൾ ട്രെയിൻ ഹൈ സ്പീഡിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഷോക്സും വൈബ്രേഷൻസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ സ്ലീപ്പർ മെമ്പേഴ്സിന് ഉണ്ടാവണം. ഇനി സ്ലീപ്പർ മെറ്റീരിയൽ ഡസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് വർക്കിംഗ് ഓഫ് ട്രാക്ക് സർക്യൂട്ട്. അപ്പോൾ ട്രാക്കിൻ്റെ സർക്യൂട്ടുമായിട്ട് ഒരു രീതിയിൽ ഇൻ്റർഫറൻസ് വരാത്ത രീതിയിലുള്ള സ്ലീപ്പർ മെമ്പർ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. സ്ലീപ്പേഴ്സ് ഡിസൈൻ ഷുഡ് be used in such a way they are not damaged during packing process. അപ്പോൾ സ്ലീപ്പർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഫർദർ ഡാമേജ് ഒന്നും വരാത്ത രീതിയിലുള്ള ഡിസൈൻ വേണം നമ്മൾ കൊടുക്കാൻ. സ്ലീപ്പർ ടു ബി ഡിസൈൻഡ് സച്ച് ദാറ്റ് can't be easily pushed ahead by passage of train. അപ്പോൾ സ്ലീപ്പർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ്, പാസേജ് ഓഫ് ട്രെയിൻ എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ ഫോർവേഡായിട്ടുള്ള മൂവ്മെൻറ്റ് കൊണ്ട് അത് പെട്ടെന്ന് പുഷ് ചെയ്യപ്പെടരുത്, അതിൻ്റെ പൊസിഷനിൽ നിന്ന് റിപ്ലേസ് ചെയ്യപ്പെടരുത്. ആ രീതിയിലത്തെ ഒരു ഡിസൈൻ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഫാസ്റ്റനിങ്സ് ഓഫ് ദ സ്ലീപ്പർ വിത്ത് റെയിൽ ഷുഡ് നോട്ട് ബി കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ. ഫാസ്റ്റനിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ റെയിൽവേ ട്രാക്കും അതിൻ്റെ താഴെയുള്ള ഈ സ്ലീപ്പറുമായിട്ട് കണക്ട് ചെയ്യുന്ന ബേസ് പ്ലേറ്റും അതിൻ്റെ നെട്ടും ബോൾട്ടിനൊക്കെയാണ് ഈ ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റനേഴ്സ് ഡിസൈൻ സ്ലീപ്പറിൻ്റെ ഫാസ്റ്റനേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആകരുത്. അത് നമുക്ക് എപ്പോഴും റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക റിപ്ലേസ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ വളരെ സിമ്പിൾ ഡിസൈൻ വേണം ആ ഒരു ഫാസ്റ്റനേഴ്സിനും കൊടുക്കാൻ. ഷുഡ് പോസസ് ആൻറ്റി സോവേജ് ആൻഡ് ആൻറ്റി തെഫ്റ്റ് ക്വാളിറ്റി. അപ്പോൾ ആൻറ്റി സോബേജ് ആൻഡ് ആൻറ്റി തെഫ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കള്ളന്മാർ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്ന ടൈപ്പ് സാധനങ്ങളൊന്നും നമ്മളവിടെ മെമ്പേഴ്സായിട്ട് യൂസ് ചെയ്യരുത്. പണ്ട് കാലത്ത് നമ്മൾ വുഡൻ സ്ലീപ്പേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തത്. അത് ഈ പറഞ്ഞോട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് പോകുന്നൊരു ടൈപ്പ് സാധനമാണ്. അതേപോലെ നമ്മൾ സ്ലീപ്പേഴ്സായിട്ട് സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ടായി, കാസ്റ്റ് അയൺ സ്റ്റീലൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അവിടെയും ആൾക്കാർ ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം എടുത്തുകൊണ്ട് പോകും. കോൺക്രീറ്റ് സ്ലീപ്പർ ആയതുകൊണ്ട് അത്യാവശ്യം വെയിറ്റും ഉണ്ട്. കോൺക്രീറ്റ് തിരിച്ചുകൊണ്ട് നമുക്ക് ആർക്കും വിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും കോൺക്രീറ്റ് സ്ലീപ്പർ, പിന്നെ അതിൻ്റെ സ്ട്രെങ്ത് കൂടിയതുകൊണ്ടാണ് നമ്മൾ കോൺക്രീറ്റ് സ്ലീപ്പർ പ്രിഫർ ചെയ്യുന്നത്. ഷുഡ് ഹാവ് ഫ്യൂ കമ്പോണൻസ് ആസ് പോസിബിൾ. ഏറ്റവും സിമ്പിൾ ഡിസൈൻ ആയിരിക്കണം, കുറച്ച് കമ്പോണൻസേ ആ സ്ലീപ്പറിൽ ഉണ്ടാകാൻ പാടുള്ളൂ. കേപ്പബിൾ ഓഫ് വിത്ത് സ്റ്റാൻഡിങ് ഡാമേജ് ബൈ ഡീറെയിൽമെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഡാമേജുകളൊക്കെ വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ഈസ് ഓഫ് മാനുഫാക്ചറിങ് ട്രാൻസ്പോർട്ടിങ് ആൻഡ് ലേയിങ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മാനുഫാക്ചർ ചെയ്യാനുള്ള ടൈപ്പ് ഡിസൈൻ ആയിരിക്കണം. ഏറ്റവും പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റണം, സിമ്പിളായിട്ട് ലേ ചെയ്യാൻ പറ്റണം, വിരിക്കാൻ പറ്റണം, ആ റെയിലിൻ്റെ പൊസിഷനിൽ കറക്റ്റായിട്ട് ലേ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്ലീപ്പറിന് വേണ്ടിയിട്ടുള്ള സ്ലീപ്പർ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് ഫാസ്റ്റനിങ് സിസ്റ്റം. ദ റെയിൽ ഫാസ്റ്റനിങ് സിസ്റ്റം ഈസ് മീൻസ് ഓഫ് ഫിക്സിങ് റെയിൽ ടു സ്ലീപ്പർ. റെയിലിനെ സ്ലീപ്പറുമായിട്ട് ഫിക്സ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫാസ്റ്റനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. യൂസ് ടു കീപ് റെയിൽ ഇൻ പ്രോപ്പർ പൊസിഷൻ. റെയിലിനെ അതിൻ്റെ പൊസിഷനിൽ പിടിച്ചു നിർത്തുന്നത് ഈ ഫാസ്റ്റനിങ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. ഇമ്പോർട്ടൻറ്റ് ഫിറ്റിങ്സ് ആണ് ഈ ഫാസ്റ്റനിങ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫിറ്റിങ്സ് ആണ് താഴെ പറയുന്നത്. ഒന്ന് ഫിഷ് പ്ലേറ്റ്, അടുത്തത് സ്പൈക്സ്, ഫാഗ് ബോൾട്ട്, ഹുക്ക് ബോൾട്ട്, ചെയേഴ്സ് ആൻഡ് കീസ്, ബെയറിംഗ് പ്ലേറ്റ്.
അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മൊഡ്യൂൾ 2 പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഈ പേരൊന്ന് നോക്കി വെച്ചാൽ മതി. നമ്മുടെ റെയിലിൻ്റെ ഫാസ്റ്റനിങ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെയാണ്. റിക്വയർമെൻറ്റ്സ് ഓഫ് ഐഡിയൽ ഫാസ്റ്റനിങ് മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു ഫാസ്റ്റനിങ് ടൈപ്പിൻ്റെയൊക്കെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഷുഡ് ബി കേപ്പബിൾ ഓഫ് അബ്സോർബിങ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ. ഇപ്പോൾ ട്രെയിനിൽ ഉണ്ടാകുന്ന ഷോക്കും വൈബ്രേഷനും ഒക്കെ റെയിലിൽ നിന്ന് സ്ലീപ്പറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഈ പറഞ്ഞോട്ട് അതിൻ്റെ അകത്ത് വരുന്ന ഫിറ്റിങ്സിലും വരും. റെയിലും നമ്മുടെ സ്ലീപ്പറും തമ്മിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫാസ്റ്റനിങ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് അതിൽ വരുന്ന ഷോക്ക് ഇതിലേക്കും വരും. അപ്പോൾ അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം. ഗിവ് പ്രൊട്ടക്ഷൻ ടു സ്ലീപ്പർ അഗെയിൻസ്റ്റ് ദ ആക്ഷൻ ഓഫ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സ്. അപ്പോൾ ട്രെയിൻ പോകുന്നതനുസരിച്ച് ട്രെയിനിൻ്റെ വൈബ്രേഷൻസും ഉണ്ട്, ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഫോഴ്സസും ഒക്കെ ആ ഒരു സ്ലീപ്പറിലും റെയിലിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഈ ഫാസ്റ്റനേഴ്സിന് കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയൊക്കെ ഉണ്ടാകണം. ഷുഡ് ബി കേപ്പബിൾ ഓഫ് റെസിസ്റ്റിംഗ് ക്രീപ്പ് കൊണ്ടുള്ള ലോസുകളെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. ഷുഡ് ബി ചീപ്പ്. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലൊന്നും ഫാസ്റ്റനേഴ്സായിട്ട് ഉപയോഗിക്കരുത്. ഷുഡ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ നമ്പർ ഓഫ് കമ്പോണൻസ്. കുഞ്ഞു കമ്പോണൻസ് ആയിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന നട്ട്, ബോൾട്ട്, അതൊക്കെ വളരെ ചെറുതും ഈസിലി നമുക്ക് റിപ്ലേസ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും പറ്റിയ മെമ്പേഴ്സ്. അതുപോലത്തെ സ്മോൾ കമ്പോണൻസ് ആയിരിക്കണം ഫാസ്റ്റനേഴ്സിലുള്ളത്. ഷുഡ് ബി ഈസി ടു ഫിക്സ് ആൻഡ് അഡ്ജസ്റ്റ്. അത് ഫിക്സ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം യൂസ് ചെയ്യാൻ. ഷുഡ് ബി നോൺ ക്രോസിങ്. കാരണം റെയിൽവേ ട്രാക്ക് നമ്മൾ ഓപ്പൺ എയറിലാണ് വെച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ മഴയും വെയിലും ഒക്കെ കൊണ്ട് അത് പെട്ടെന്ന് കൊറോസീവായി പോകുന്ന ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യരുത്. അത്യാവശ്യം സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ഐറ്റംസൊക്കെ വേണം യൂസ് ചെയ്യാൻ. പൊസസസ് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ടു റെസിസ്റ്റ് ഡാമേജ് കോസ്ഡ് ബൈ ഡീറെയിൽമെൻറ്റ്. അപ്പോൾ ഡീറെയിൽമെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഡാമേജുകളെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ആ ഒരു ഫാസ്റ്റനേഴ്സിന് വേണം. ഷുഡ് നോട്ട് ബി ടു റിജിഡ്. ഒരുപാട് റിജിഡ് ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ബ്രിട്ടിലായി പോകും, ബ്രേക്ക് ചെയ്തു പോകും. ഷുഡ് ബി ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് റിമൂവൽ ഈസ് പോസിബിൾ ബൈ സ്പെഷ്യൽ ടൂൾ. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയ രീതിയിൽ അത് ഡിസൈൻ ചെയ്യരുത്. കാരണം ഈ റെയിൽവേ ട്രാക്ക് എന്ന് പറയുമ്പോൾ ഒരു ഡിസാസ്റ്ററും മാനേജ്മെൻറ്റ് കൂടിയാണ്. കാരണം വഴിയെ പോകുന്ന ആൾക്കാർ കൊണ്ടാണ് ട്രാക്കിൽ വന്നിട്ട് നെട്ടും ബോൾട്ടും ഒക്കെ അഴിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടൂൾ ഉപയോഗിച്ച് മാത്രമേ, അല്ലെങ്കിൽ ഹെവി ടൂൾ കൊണ്ട് ഉപയോഗിച്ച് മാത്രമേ നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ പാടുള്ളൂ. ആ രീതിയിൽ വേണം നമ്മൾ ഈ ഫാസ്റ്റനേഴ്സ് ഡിസൈൻ ചെയ്യാൻ. അല്ലെങ്കിൽ ചുമ്മാ ആൾക്കാർ വന്നിട്ട് നട്ടും ബോൾട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ തുറന്ന് വെച്ചാൽ ട്രെയിൻ പോകുമ്പോൾ ട്രെയിൻ പാളം തെറ്റും. പൊസസസ് ഹൈ ടോർക്ക് റെസിസ്റ്റൻസ്. നല്ല രീതിയിൽ ടോർക്ക് റെസിസ്റ്റൻ്റ് ആയിരിക്കണം. ഷുഡ് കീപ് ദ റെയിൽ ഇൻ കറക്റ്റ് പൊസിഷൻ, ലെവൽ ആൻഡ് അലൈൻമെൻറ്റ്. റെയിലിനെ കറക്റ്റ് പൊസിഷനിലും ലെവലിലും അലൈൻമെൻറ്റിലും കീപ്പ് ചെയ്യാനുള്ള സ്ട്രെങ്ത്തും കേപ്പബിലിറ്റി ഉണ്ടാകണം. ഷുഡ് നോട്ട് അഫക്ട് ദ റെയിൽ ഓർ സ്ലീപ്പർ അഡ്വേഴ്സ്ലി ഇൻ എനി ആസ്പെക്ട്. ഈ ഫാസ്റ്റനേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് റെയിലിനോ സ്ലീപ്പറിനോ ഒരു രീതിയിലുള്ള ഡാമേജ് പ്രോബ്ലംസ് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ചില വീട്ടിൽ നമ്മുടെ തടിയിലൊക്കെ എന്തെങ്കിലും നട്ടും ബോൾട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിനകത്ത് എന്തെങ്കിലും ഇംപ്രഷനോ ബ്രേക്കിംഗ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ ഫാസ്റ്റനേഴ്സായിട്ട് ഉപയോഗിക്കുന്ന ബേസ് പ്ലേറ്റ്, നട്ട്, ബോൾട്ടുകളൊക്കെ കൊണ്ട് സ്ലീപ്പറിനോ റെയിലിലോ ഒരു രീതിയിലുള്ള ഡാമേജ് ഉണ്ടാകാൻ പാടില്ല. സഫിഷ്യൻറ്റ് ഇൻസുലേഷൻ ഇൻ കേസ് ഓഫ് ഇലക്ട്രിഫൈഡ് ഡയറക്ഷൻ. ഇപ്പോൾ ട്രാക്ക് ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള ട്രാക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉണ്ടാവണം ഈ ഒരു ഫാസ്റ്റനേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്. അടുത്ത പാർട്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ റെയിൽ കഴിഞ്ഞു, ബെല്ലാസ്റ്റ് കഴിഞ്ഞു, സ്ലീപ്പർ കഴിഞ്ഞു, ഇനി ഫാസ്റ്റനേഴ്സും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ലാസ്റ്റായിട്ട് വരുന്ന ഫോർമേഷൻ അല്ലെങ്കിൽ സബ്ഗ്രേഡ്. അപ്പോൾ നമ്മുടെ ഫിഗർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്നതാണ് റെയിൽ ഫിക്സ് ചെയ്തേക്കുന്ന ഇതാണ് നമ്മുടെ സ്ലീപ്പർ വെച്ചേക്കുന്ന ഇത്ര ഏരിയയാണ് നമ്മുടെ ബെല്ലാസ്റ്റ്. ഈ ബെല്ലാസ്റ്റ് ഇരിക്കുന്ന ഈ ഒരു പോർഷനാണ് നമ്മുടെ മണ്ണ് കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന എംബാക്ക്മെൻറ്റ്. അതിനെയാണ് നമ്മൾ സബ്ഗ്രേഡ് അല്ലെങ്കിൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. നാച്ചുറലി ഒക്കറിങ് സോയിൽ വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു റിസീവ് ദ ബെല്ലാസ്റ്റ്. ഇപ്പോൾ ബെല്ലാസ്റ്റ് വിരിക്കാൻ വേണ്ടി നമ്മൾ നാച്ചുറലായിട്ട് പ്രിപ്പയർ ചെയ്തെടുത്തേക്കുന്ന സോയിലിൻ്റെ ലെയറിനെയാണ് നമ്മൾ ഫോർമേഷൻ അല്ലെങ്കിൽ സബ്ഗ്രേഡ് എന്ന് പറയുന്നത്. അത് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു പ്രൊവൈഡ് എ സ്മൂത്ത് ആൻഡ് യൂണിഫോം ബെഡ് ഫോർ ലേയിങ് ട്രാക്ക് ലേ ചെയ്യാൻ വേണ്ടിയിട്ട് സ്മൂത്ത് ആയിട്ടും യൂണിഫോം ആയിട്ടുള്ള ഒരു ബെഡ് ആണ് ഈ ഒരു സബ് ബേസ് എന്ന് പറഞ്ഞാൽ. ടു ബെയർ ദ ലോഡ് ട്രാൻസ്മിറ്റഡ് ടു ഇറ്റ് ഫ്രം ദ മൂവിങ് ലോഡ് ഫ്രം ബെല്ലാസ്റ്റ്.
അപ്പോൾ ട്രെയിൻ പോകുമ്പോൾ ഉണ്ടാകുന്ന മൂവിങ് ലോഡ്സ് നേരെ സ്ലീപ്പർ വഴി ബെല്ലാസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബെല്ലാസ്റ്റിന് ചെറിയ രീതിയിൽ ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഈ ഒരു സബ് ബേസിൽ വന്നിട്ട് അതാണ് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ടു ഫെസിലിറ്റേറ്റ് ഡ്രെയിനേജ്. അപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ പുറത്തേക്ക് വരുന്ന വെള്ളം, സൈഡിലേക്ക് വരുന്ന വെള്ളം എല്ലാം ബെല്ലാസ്റ്റിൻ്റെ അകത്തൂടി ഡ്രെയിൻ ചെയ്തിട്ട് നേരെ വരുന്നത് ഈ ഒരു ഫോമേഷൻ അല്ലെങ്കിൽ സബ് ഗ്രേഡിലേക്കാണ്. അതിനെ ഡ്രെയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവണം. ടു പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ടു ദ ട്രാക്ക്. ട്രാക്കിന് മൊത്തത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് ഈ ഒരു ഫോമേഷനാണ്. നമ്മൾ ബെല്ലാസ്റ്റോ അതിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്ന സ്ലീപ്പറോ ഒക്കെ നല്ല ഹാർഡായിട്ട് ഏറ്റവും താഴെയുള്ള ഈ ഒരു ലെയർ സോഫ്റ്റോ സെറ്റിൽ ചെയ്യുന്നതാണെങ്കിൽ കാര്യമൊന്നുമില്ല. ട്രെയിൻ പോകുമ്പോഴത്തേക്കും ഇത് ചരിഞ്ഞോ സെറ്റിലായോ പോകും. അടുത്ത ഫീച്ചേഴ്സ്, ഈ ഒരു ഫോമേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കണം? വിഡ്ത്ത് ഓഫ് ദ ഫോമേഷൻ, സ്ലോപ്പ് ഓഫ് ദ സൈഡ്സ്, ഡ്രെയിൻസ്, മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇതെല്ലാം നമ്മൾ അത് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഫോമേഷൻ്റെ വിഡ്ത്ത് ഒരു പർട്ടിക്കുലർ സൈസിലായിരിക്കണം. അതിൽ നമ്മൾ സൈഡിൽ കൊടുക്കുന്ന സ്ലോപ്പ്, ഡ്രെയിൻ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ നമ്മൾ ഇനി അടുത്ത ഫിഗർ പറയുമ്പോൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമുക്ക് ഇനി പഠിക്കാനുള്ളത് ടിപ്പിക്കൽ ക്രോസ് സെക്ഷനാണ്. ട്രാക്കിൻ്റെ ടിപ്പിക്കൽ ക്രോസ് സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആകുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഏറ്റവും താഴെ കാണുന്നതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെയറിൻ്റെ താഴെ. അതിൻ്റെ മുകളിൽ നമ്മൾ 2 സൈഡിൽ ഡ്രെയിൻസ് കൊടുക്കുന്നുണ്ട്, വെള്ളം പോകാൻ വേണ്ടി ഡ്രെയിൻസ്. അതിൻ്റെ മുകളിൽ എംബാക്ക്മെൻറ്റ്, നമ്മുടെ ഫോമേഷൻ. അപ്പോൾ ഫോമേഷൻ്റെ സൈഡ് സ്ലോപ്പ് 2:1 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ് ഗ്രേഡ് അല്ലെങ്കിൽ ഫോമേഷൻ, നമ്മൾ റെയിൽവേ ട്രാക്ക് വിരിക്കാൻ വേണ്ടി കെട്ടിപ്പോക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ബെല്ലാസ്റ്റിൻ്റെ ലെയർ ഇടുന്നത്. ബെല്ലാസ്റ്റിൻ്റെ ലെയർ ഫുൾ ഇട്ടിട്ട് ഇതിൻ്റെ നടുക്കാണ് നമ്മൾ ഈ സ്ലീപ്പർ ഇറക്കി വെക്കുന്നത്. സ്ലീപ്പർ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ഭാഗം ചിലപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതിൻ്റെ മുകളിലാണ് നമ്മുടെ 2 റെയിൽ വരുന്നത്. റെയിലിൻ്റെ ക്രോസ് സെക്ഷനാണ് ആ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. ഇതിൻ്റെ ഈ ബോട്ടത്തിലുള്ള ഇവിടം മുതൽ ഇവിടം വരെയുള്ള വിഡ്ത്തിനെയാണ് നമ്മൾ പെർമനൻറ്റ് ലാൻഡ് അല്ലെങ്കിൽ പെർമനൻറ്റ് ട്രാക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫോർമേഷൻ അല്ലെങ്കിൽ സബ് ബേസ്. ഇതാണ് നമ്മുടെ ബെല്ലാസ്റ്റ്. ഇതാണ് നമ്മുടെ സ്ലീപ്പർ. ഈ കാണുന്നതുമാണ് നമ്മുടെ റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എർത്തേൺ എംബാക്ക്മെൻറ്റിൻ്റെ ടോപ്പ് വിഡ്ത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ടോപ്പ് വിഡ്ത്ത് ഓഫ് ഫോമേഷൻ 0.85 മീറ്റർ എങ്കിലും വേണം. അതേപോലെ ഈ ബെല്ലാസ്റ്റിൻ്റെ ടോപ്പ് വിഡ്ത്ത് അതിവിടെ കാണിക്കുന്നുണ്ട് 3.35 മീറ്ററാണ്. ഇനി ഈ അറ്റം മുതൽ സ്ലീപ്പർ വരെയുള്ള ഒരു അലവൻസ് എന്ന് വെച്ചാൽ 30 സെൻറ്റിമീറ്റർ ആയിരിക്കണം. 2 സൈഡിൽ സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇനി സ്ലീപ്പറിൻ്റെ താഴെ ഉള്ള ബെല്ലാസ്റ്റ് മിനിമം 20 സെൻറ്റിമീറ്റർ ഡെപ്തിലെങ്കിലും ഉണ്ടാകണം. ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നമുക്ക് അൾട്ടിമേറ്റ്ലി വരക്കേണ്ട ഫിഗർ ഇതാണ്, വേണ്ടിയാണ് അപ്പുറത്ത് എടുത്തത്. ഇതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ വിഡ്ത്തിനെ നമ്മൾ ഫോമേഷൻ വിഡ്ത്ത്, ഈ വിഡ്ത്തിനെ നമ്മൾ ബെല്ലാസ്റ്റിൻ്റെ ബേസ് എന്ന് പറയും. ബെല്ലാസ്റ്റിൻ്റെ സ്ലോപ്പ് വരുന്നത് 1.5:1 ആണ്. ബെല്ലാസ്റ്റിൻ്റെ സ്ലോപ്പ് 1.5:1 ആണ്. ബാക്കി നമ്മൾ പാർട്സൊക്കെ കറക്റ്റായിട്ട് കാണിക്കുക. ഈ റെയിലിൻ്റെ അകത്ത് 2 ഇന്നർ ടു ഇന്നർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ലീപ്പർ എൻഡ് ചെയ്യുന്നതും ബെല്ലാസ്റ്റ് എൻഡ് ചെയ്യുന്നതും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ 30 സെൻറ്റിമീറ്റർ എന്ന് അപ്പുറത്ത് പറഞ്ഞായിരുന്നു. അതിനെയാണ് നമ്മൾ ബെല്ലാസ്റ്റ് സെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ ഈ ഒരു ഫിഗർ നോക്കി എടുക്കുക. പടം വരക്കേണ്ടത് ഇത് നോക്കി വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ലെക്ചറിലുള്ളത്. ഈ ഒരു ലെക്ചറോടെ നമ്മുടെ മൊഡ്യൂൾ നമ്പർ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു ചെറിയ വീഡിയോ കൂടി ഞാൻ ഇടുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് പറയാനാണ്. അത് ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂളും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അതായത് ഈ ഫസ്റ്റ് 2 മോഡ്യൂളിൽ നിന്ന് ഇതുവരെ ചോദിച്ചേക്കുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, താങ്ക് യു.